Good morning, dear students. So today we are going to discuss about determination of metacentric height. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ബോയൻസി എന്താണെന്ന് പറഞ്ഞു, ബോയിൻ ഫോഴ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് ബോയിൻ ഫോഴ്സ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെയുള്ള പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തഡ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ മെറ്റാസെൻറ്റർ എന്താണെന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാലും ഞാനൊന്ന് പറയാം. മെറ്റാസെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു കണ്ടെയ്നറിൽ വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് നമ്മളൊരു ബോഡി ഇമേഴ്സ് ചെയ്ത് വെച്ചു. അതിന് ഓൾറെഡി ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, ഒരു സെൻറ്റർ ഓഫ് ബോയൻസി ഉണ്ടാവും അല്ലേ. നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് ഒരു ബോഡി ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അതിനൊരു സെൻറ്റർ ഓഫ് ബോയൻസി ഉണ്ടാവും, ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് ഞാനൊരു ലൈൻ വരച്ചു. ഇനി ഈ ബോഡിക്ക് ഈ ബോഡിയുടെ ഈ ഭാഗത്തിന് ടച്ച് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കൊരു റൊട്ടേഷൻ ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ഈ ബോഡി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ ഇവിടെ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റർ ഓഫ് ബോയൻസി ഇവിടെ ഉണ്ടാവും, ആ ലൈനൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇത് ഇത് ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് മാറിയില്ലേ. നേരത്തെ നമ്മൾ ബോഡീസ് വെർട്ടിക്കലി ഇമേഴ്സ് ചെയ്ത് വെച്ചപ്പോൾ ഇത്രയും ഭാഗത്ത് നിന്നായിരുന്നു ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്ത്. നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആയ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി മാറി. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി ഒന്ന് ചേഞ്ച് ചെയ്യും. സെൻറ്റർ ഓഫ് ബോയൻസി ജസ്റ്റ് റൈറ്റിലേക്ക് മാറും. അതിനെ ഞാൻ B1 എന്ന് വിളിക്കുകയാണ്. ഇനി ഈ B1 ഞാനൊരു വേർട്ടിക്കൽ ലൈൻ വരക്കുകയാണെങ്കിൽ നമ്മൾ ഒറിജിനലി വരച്ച BG ലൈനും പുതുതായിട്ടുണ്ടായ പോയിൻ്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ബോയിൻ ഫോഴ്സും തമ്മിലുണ്ടാക്കുന്ന ആ ഒരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ് നമ്മൾ മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. ഒറിജിനലി ഉണ്ടായിരുന്ന BG ലൈനും പുതിയ പോയിൻ്റ് ഓഫ് ബോയൻസിലൂടെ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈനും തമ്മിലുണ്ടാക്കുന്ന ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ് മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനൊരു ഓസിലേഷൻ കൊടുത്താൽ, ഞാനിത് ഈ കോർണറിൽ ടച്ച് ചെയ്താൽ ഈ ബോഡി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും അല്ലേ. ആ ഓസിലേറ്റ് ചെയ്യുന്ന പോയിൻ്റ് സെൻറ്റർ, എപ്പോഴും നമ്മളൊരു ബോഡി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു സെൻറ്റർ വേണം അല്ലേ. ആ സെൻറ്റർ ആയിരിക്കും ഈ മെറ്റാസെൻറ്റർ. ഈ മെറ്റാസെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി ഓസിലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റാസെൻറ്റർ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പറയാം. മെറ്റാസെൻറ്റർ ഈസ് ദ പോയിൻ്റ് അബൌട്ട് വിച്ച് എ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് വെൻ ഇറ്റ് ഈസ് ഗിവൺ എ സ്മോൾ ആംഗുലർ ടിൽറ്റ്. ഇറ്റ് ഈസ് ദ പോയിൻ്റ് അബൌട്ട് വിച്ച് എ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് വെൻ ഇറ്റ് ഈസ് ഗിവൺ എ സ്മോൾ ആംഗുലർ ടിൽറ്റ്. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്, ഇറ്റ് ഈസ് ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഒറിജിനൽ BG ലൈൻ ആൻഡ് ദി വെർട്ടിക്കൽ ഡ്രോൺ ത്രൂ ദ ന്യൂ സെൻറ്റർ ഓഫ് ബോയൻസി. അങ്ങനെയും പറയാം. കുറേ ഡെഫിനേഷൻസ് ഉണ്ട് അല്ലേ മെറ്റാസെൻട്രിക് ഹൈറ്റിന്. അപ്പോൾ എക്സാമിന് ചോദിക്കും എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്, എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മെറ്റാസെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് M ആണ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ബോഡി ടു ഈ മെറ്റാസെൻറ്ററുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. GM ഡിസ്റ്റൻസ്. ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈ മെറ്റാസെൻറ്ററിലേക്കുള്ള ഹൈറ്റിനെയാണ് നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഓർ GM എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് നമ്മളോട് കാണാൻ ചോദിക്കും എക്സാമിന്. GM ഡിസ്റ്റൻസ് കാണാൻ ചോദിക്കും. അത് നമുക്ക് രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. ഒന്നിട്ടെങ്കിൽ നമുക്ക് ഈ GMനുള്ള എക്സ്പ്രഷൻ ഡെറിവേഷനായി ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ചെയ്തിട്ട് മെറ്റാസെൻട്രിക് ഹൈറ്റ് എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തഡാണ്. ഒന്ന് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ്, അതായത് സാധാരണ ഡെറിവേഷൻ ചെയ്യുന്നത് പോലെ ഓരോ സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ തിയററ്റിക്കലി ഈ മെറ്റാസെൻട്രിക് ഹൈറ്റിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുകയാണ്. അതാണ് അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫീൽഡിൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്താം. മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഒരു എക്സ്പെരിമെൻ്റ് നടത്താം. അങ്ങനെ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയും. നമുക്കിവിടെ രണ്ടും പഠിക്കാനുണ്ട്. അനലിറ്റിക്കൽ മെത്തേഡും പഠിക്കാനുണ്ട്, എക്സ്പെരിമെൻ്റൽ മെത്തേഡും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിൽ എഴുതിത്തരാം. ഈ ആംഗിളില്ലേ, ഈ BM B1, ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഇനി നമ്മൾ ബോയിൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, പുതിയ ബോയിൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ പുതിയ ബോയിൻ്റ് ഫോഴ്സ് നമുക്ക് FB എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോഡിക്ക് നമ്മളൊരു ആംഗുലർ ടിൽറ്റ് കൊടുത്തപ്പോൾ
ഇങ്ങനെയുള്ളൊരു ബോഡി ആയിരുന്നു. ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ആംഗുലർ ടിൽറ്റ് കൊടുത്തപ്പോൾ ഈ ഭാഗം പൊന്തി വന്നു, ഈ ഭാഗം താഴ്ന്നു പോയി ഇല്ലേ. നമ്മൾ ഇങ്ങനെ നേരെ നിൽക്കുന്നൊരു ബോഡിക്ക് ഇങ്ങനെ ഒരു ആംഗുലർ ടിൽറ്റ് കൊടുത്തപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭാഗം മേലേക്ക് വെള്ളത്തിൽ നിന്ന് മേലേക്ക് പൊന്തി വരും, ഇവിടെ കുറച്ച് ഭാഗം വെള്ളത്തിൻ്റെ താഴേക്ക് താഴ്ന്നു പോകും ഇല്ലേ. ആ ഒരു വെഡ്ജ് ഞാനിവിടെ വരക്കുകയാണ്. ഈ ഒരു ബോഡിക്ക് നമ്മളൊരു ആംഗുലർ ടിൽറ്റ് കൊടുത്തപ്പോൾ ഇത്രയും ഭാഗം പൊങ്ങി വന്നു, ഇത്രയും ഭാഗം താഴ്ന്നു പോയി അല്ലേ. അപ്പോൾ ഇത് ഞാൻ പേരിടാണ്. ഇത് എ ഡാഷ്, ഇത് ബി ഡാഷ്, ഇങ്ങനെ പേരിടാണ്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോഡിക്ക് ടിൽറ്റ് കൊടുത്തപ്പോൾ ഇത്രയും പൊങ്ങി വന്ന ഈ വെഡ്ജിനെ ഞാൻ എ ഡാഷ്, ഇപ്പോൾ നമുക്ക് ഒ എന്ന് വിളിക്കാം, എ ഡാഷ് ഒ എന്ന് വിളിക്കുകയാണ്. ആൻഡ് താഴ്ന്നു പോയ വെഡ്ജിനെ ഞാൻ ബി ഡാഷ് ഒ എന്ന് വിളിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇത് പൊങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ലോസ് ഓഫ് ബോയിൻറ്റ് ഫോഴ്സ് ഉണ്ടാവും. അതിനെ നമുക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള DFB എന്ന് വിളിക്കാം. ഇത് പൊങ്ങി വന്ന് വെള്ളത്തിൻ്റെ പുറത്തേക്ക് പൊങ്ങി വന്നപ്പോൾ അവിടെ ബോയിൻറ്റ് ഫോഴ്സ് ഇല്ലാണ്ടായിട്ടുണ്ട് അത്രയും ഭാഗത്ത്. ആ ലോസ് ഓഫ് ബോയൻസിനെ നമുക്ക് DFB ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സായിട്ട് വിളിക്കാം. ഇത്രയും ഭാഗം വെള്ളത്തിലേക്ക് താഴ്ന്നു പോയപ്പോൾ ആ ഭാഗത്ത് ഒരു എക്സ്ട്രാ ബോയിൻറ്റ് ഫോഴ്സ് അപ്ലൈഡ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അപ്വേർഡ് ഡയറക്ഷനിലുള്ള DFB, എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, DFB എന്ന് വിളിക്കാം. ഓക്കെ. ഈ ഫോഴ്സാണ് കേട്ടോ ഈ DFB. ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മളെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൊങ്ങി വന്ന വെഡ്ജും താഴ്ന്നു പോയ വെഡ്ജും തമ്മിലൊരു കപ്പിൾ ഉണ്ടാക്കും ഇല്ലേ. ഇത് ഇങ്ങോട്ടേക്കാണ്, ഇത് മേലോട്ടേക്കാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ രണ്ട് ഫോഴ്സും തമ്മിലൊരു കപ്പിൾ ഉണ്ടാക്കും. ആ കപ്പിള് ഈ പുതിയ ബോയിൻറ്റ് ഫോഴ്സും ഈ പഴയ ഈ ലൈനും തമ്മിലുണ്ടാക്കുന്ന കപ്പിളിന് ഈക്വൽ ആണെന്നാണ് നമ്മളെ കൺസെപ്റ്റ്. നമ്മൾ ഈ അനലിറ്റിക്കൽ മെത്തേഡിൽ അത് വെച്ചിട്ടാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ DFBൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു സ്മോൾ സ്ട്രിപ്പ് ഇതിൽ കൺസിഡർ ചെയ്യുക. ഒരു സ്മോൾ സ്ട്രിപ്പ് ഈ വെഡ്ജിൽ കൺസിഡർ ചെയ്യുക അറ്റ് എ ഡിസ്റ്റൻസ്. ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് പോണേ. ഈ O എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്ന് X ഡിസ്റ്റൻസിൽ നമ്മളൊരു സ്മോൾ സ്ട്രിപ്പ് ഇവിടെ കൺസിഡർ ചെയ്തു. ഓക്കെ. ഒരു സ്മോൾ സ്ട്രിപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ആ സ്മോൾ സ്ട്രിപ്പിൻ്റെ ലെങ്ത്ത് DX ആണ്, ലെങ്ത്ത് അല്ല തിക്നെസ് DX ആണ്. അത് ഉള്ളത് X ഡിസ്റ്റൻസിലാണ്, ഫ്രം O X ഡിസ്റ്റൻസിലാണ്. ഈ ലെങ്ത്ത് X ആണ്. O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് X ഡിസ്റ്റൻസിൽ ഒരു വെഡ്ജ് കൺസിഡർ ചെയ്തു. ആ വെഡ്ജിൻ്റെ തിക്നെസ് DX ആണ്. തിക്നെസ് DX ആണ്. ദെൻ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇതാണ് തിക്നെസ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈറ്റ്. ഈ ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കാം. ഈ വെഡ്ജിൻ്റെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവില്ലേ, ആംഗിൾ BOB ഡാഷ്. ആ BOB ഡാഷ് തീറ്റ ആയിരിക്കും. ഈ ആംഗിൾ തീറ്റയാണ്, BOB ഡാഷ് തീറ്റ ആയിരിക്കും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് ഇതാ, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന സ്ഥാനമാണ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സൈഡ് O മുതൽ നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സും ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് X തീറ്റ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഏരിയ ഓഫ് സ്ട്രിപ്പേഴ്സ് ഹൈറ്റ് ഇൻറ്റു തിക്നെസ്, ഏരിയ ഓഫ് സ്ട്രിപ്പേഴ്സ് ഹൈറ്റ് ഇൻറ്റു തിക്നെസ്, ഹൈറ്റ് ഇൻറ്റു തിക്നെസ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ആംഗിൾ തീറ്റ, ഈ O മുതൽ സ്ട്രിപ്പ് വരെ ഡിസ്റ്റൻസ് സ്ട്രിപ്പ് വരെ ഡിസ്റ്റൻസ് എത്രയാണ്, എക്സും ഈ ആംഗിൾ തീറ്റയും ആണെങ്കിൽ ഈ ഹൈറ്റ് X തീറ്റ ഇൻറ്റു തിക്നെസ് നമ്മൾ കൺസിഡർ ചെയ്തു DX. ഓക്കെ. അപ്പോൾ ഏരിയ ഓഫ് സ്ട്രിപ്പ് ഹൈറ്റ് ഇൻറ്റു തിക്നെസ് ആണ് X തീറ്റ ഇൻറ്റു DX. ഇനി ഈ സ്ട്രിപ്പിൻ്റെ വോള്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡിക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലെങ്ത് L ആണെങ്കിൽ ആ സ്ട്രിപ്പിൻ്റെ വോള്യം ഏരിയ ഇൻറ്റു L ആയിരിക്കും. ഏരിയ ഇൻറ്റു L, ദാറ്റ് ഈസ് ഏരിയ ഇസ് X തീറ്റ ഇൻറ്റു DX ഇൻറ്റു L. ഓക്കെ. ഇപ്പോൾ വോള്യം കിട്ടി, ഈ വെഡ്ജിൻ്റെ വോള്യം നമുക്ക് കിട്ടി. വോള്യം കിട്ടിയ വെയിറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഡെൻസിറ്റിയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്യും. നമുക്ക് അറിയാം ഡെൻസിറ്റി or weight density is equal to weight by volume ആണ്. അപ്പോൾ weight is equal to weight density into
വോളിയമാണ്. വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ഇൻറ്റു ജി ആണ് ഇൻറ്റു വി. അപ്പോൾ വെയ്റ്റ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു വി ആണ്. വോളിയം എത്ര നമുക്ക് കിട്ടി? റോ ജി ഇൻറ്റു എക്സ് തീറ്റ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എൽ എന്ന് കിട്ടി ഇല്ലേ? എക്സ് തീറ്റ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എൽ എന്ന് കിട്ടി. ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. റോ ജി എക്സ് തീറ്റ എൽ ഡി എക്സിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ വെയ്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു വെഡ്ജിൻ്റെ അവിടെ നമ്മൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തപ്പോൾ അതിൻ്റെ വെയിറ്റ് നമുക്ക് എന്ത് കിട്ടി? റോ ജി എക്സ് തീറ്റ എല്ലിന് ഡി എക്സ് എന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള വെഡ്ജ് എടുക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള വെഡ്ജസ് എ ഡാഷ് എ ഒ ആണ്. അപ്പോൾ ഇതേപോലെ ഇവിടെയും ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? വെയിറ്റ് ഓഫ് സ്ട്രിപ്പ് ഇൻ ലെഫ്റ്റ് സൈഡ്. വെയിറ്റ് ഓഫ് സ്ട്രിപ്പ് ഇൻ ലെഫ്റ്റ് സൈഡസ് weight of strip in left side. weight of strip in left side വരിക. ഈ സെയിം സാധനം തന്നെയാണ്. റോ ജി എക്സ് തീറ്റ എൽ ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ വെയ്റ്റ് റോ ജി എക്സ് തീറ്റ എൽ ഇൻറ്റു ഡി എക്സ്, ഈ ഒരു സ്ട്രിപ്പിൻ്റെ വെയ്റ്റും റോ ജി എക്സ് തീറ്റ എൽ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഈ രണ്ട് വെയ്റ്റും തമ്മിലൊരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ രണ്ട് വെയ്റ്റും തമ്മിലുണ്ടാക്കുന്ന കപ്പിളിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ വെയ്റ്റ് അതായത് രണ്ട് സെയിം ആയതുകൊണ്ട് ആ രണ്ട് ഫോഴ്സിൻ്റെയും കപ്പിൾ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ട്രിപ്സ് അല്ലേ. അപ്പം നമ്മളിവിടെ എക്സ് ഡിസ്റ്റൻസിലൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയ വോളിയം വെയ്റ്റാണ് നമുക്ക് റോ ജി എക്സ് തീറ്റ എൽ ഡി എക്സ്. അതേപോലെ ഇവിടെയും നമ്മൾ എക്സ് ഡിസ്റ്റൻസിലൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയ വെയ്റ്റാണ് റോ ജി എക്സ് തീറ്റ എൽ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഈ രണ്ട് സ്ട്രിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? എക്സ് പ്ലസ് എക്സ് അല്ല, രണ്ട് സ്ട്രിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസസ് എക്സ് പ്ലസ് എക്സ് 2x ആണ്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെയ്റ്റ് എത്രയാണ്? റോ ജി എക്സ് തീറ്റ എൽ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഈ രണ്ട് വെഡ്ജിൻ്റെയും മൊമെൻറ്റ്, രണ്ട് വെഡ്ജിൻ്റെയും വെയ്റ്റുകൾ ഉണ്ടാക്കുന്ന മൊമെൻറ്റസ് magnitude of weight rho g x theta dx into L into രണ്ട് സ്ട്രിപ്പുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് പ്ലസ് എക്സ് 2x ആണ്. അപ്പോൾ 2 റോ ജി എക്സ് സ്ക്വയർ തീറ്റ എൽ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. 2 റോ ജി എക്സ് സ്ക്വയർ തീറ്റ എൽ ഇൻറ്റു ഡി എക്സ് എന്നായിരിക്കും ഈ രണ്ട് വെഡ്ജിൻ്റെയും വെയ്റ്റ്സ് തമ്മിലുണ്ടാക്കുന്ന മൊമെൻറ്റ്. നമ്മളെ കൺസെപ്റ്റ് ഈ രണ്ട് വെഡ്ജിൻ്റെയും വെയ്റ്റുകൾ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ന്യൂ ബോണ്ട് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഈ ആക്സിസ് ആണ്. ദാറ്റ് ഈസ് എഫ് ബി ഇൻറ്റു ബി ബി വൺ. ഓക്കെ, എഫ് ബി ഇൻറ്റു ബി ബി വൺ. അപ്പോൾ ഈ ബി ബി വണ്ണിന് നമുക്ക് എങ്ങനെ എഴുതാം? നോക്കുക, ഇവിടെ ഈ ബി ബി വൺ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഈ ഫോർ സ്മോൾ ആംഗിൾ തീറ്റ ബി ബി വൺ ഈസ് ഈക്വൽ ടു ബി എം തീറ്റ എന്ന് എഴുതാം. നമുക്ക് ബി എം ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. ഓർത്ത് വെക്കുക, ഫോർ സ്മോൾ ആംഗിൾ തീറ്റ ബി ബി വൺ ഈസ് ഈക്വൽ ടു ബി എം ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ബോയിൻ്റ് ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ കാരണം ഞാൻ അടുത്ത പേജിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ ഫിഗർ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. The moment due to the force FB is FB into BB1, that is equal to FB into BM into theta. ഇത് എന്തിന് ഈക്വൽ ആണെന്നാണ് നമ്മൾ പറയുന്നത്? ഈ രണ്ട് വെഡ്ജിൻ്റെയും വെയിറ്റ് കൊണ്ട് ഉണ്ടാകുന്ന മൊമെൻറ്റിന് ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എഫ് ബി ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു 2 റോ ജി എക്സ് സ്ക്വയർ തീറ്റ എൽ ഇൻറ്റു ഡി എക്സ്. ഇത് നമ്മളൊരു സ്മോൾ സ്ട്രിപ്പിനാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്തിട്ട് വേണം നമ്മൾ ഇതിനോട് ഇക്വേറ്റ് ചെയ്യാൻ. അടുത്ത സ്റ്റെപ്പിൽ ഞാനത് പറയാം. അപ്പോൾ ദാറ്റ് ഈസ് എഫ് ബി ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 റോ ജി തീറ്റ എൽ ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ്. ദാറ്റ് ഈസ് എഫ് ബി ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 റോ ജി തീറ്റ എൽ ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇവിടെ ഞാൻ
എക്സ് സ്ക്വയറിൻ്റെ അവിടെ മാറ്റി ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ് സ്ക്വയർ ആദ്യം എഴുതി എൽ ഡി എക്സിന് ഒരുമിച്ച് എഴുതുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ വി ഹാവ് എൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഏരിയ ലെങ്ത് ഓഫ് സ്ട്രിപ്പ് ഇൻറ്റു തിക്നെസ് ഓഫ് സ്ട്രിപ്പാണ് എൽ ഡി എക്സ്, ദാറ്റ് ഈസ് ഏരിയ ഓഫ് സ്ട്രിപ്പാണ്. ഓക്കെ, സ്ട്രിപ്പിൻ്റെ ഏരിയ ഉണ്ട്, നമുക്കതിനെ ഡി എ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ഇൻ്റഗ്രൽ ടു പുറത്തെടുക്കുക, റോ ജി പുറത്തെടുക്കുക, തീറ്റ പുറത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുക? ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എൽ ഡി എക്സ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 2 റോ ജി തീറ്റ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എ എന്നുണ്ടാവും. ഇവിടെയാണ് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ദാറ്റ് ഈസ് 2 ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ. 2 ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എഫ് ബി ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു തീറ്റ ഇൻറ്റു 2 ഇൻ്റഗ്രൽ എക്സ് സ്ക്വയറിൻ്റെ എൽ ഡി എക്സ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എഫ് ബി ഇൻറ്റു ബി എം ഇൻറ്റു തീറ്റ ഈസ് ഈക്വൽ റോ ജി ഇൻറ്റു തീറ്റ ഇൻറ്റു ഐ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും? ഇതിൽ നമുക്ക് വേണ്ടത് ബി എം ആണ്. ബി എം ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു തീറ്റ ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ എഫ് ബി ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. തീറ്റ ക്യാൻസലായി. അപ്പോൾ റോ ജി ഐ ഡിവൈഡഡ് ബൈ എഫ് ബി. എഫ് ബി എന്ന് പറഞ്ഞാൽ ബോയിൻ്റ് ഫോഴ്സ് ആണ്. ബോയിൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു weight of water displaced ആണ്. weight of water displaced. അപ്പോൾ weight of water displaced നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? weight of water displaced is നമ്മളെ ഫിഗറിലേക്ക് തന്നെ തിരിച്ചു പോകാം നമുക്ക്. ഇങ്ങനെ നമ്മളൊരു വാട്ടറിലേക്ക് ഒരു ബോഡി ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ അവിടെ ഡിസ്പ്ലേസ്ഡ് ആവുന്ന വോളിയം ഓഫ് വാട്ടറും അവിടെ ഡിസ്പ്ലേസ്ഡ് ആവുന്ന ഒരു ബോഡി നമ്മൾ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ബോഡിയുടെ ഇമേഴ്സ്ഡ് വെയ്റ്റും ഇവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവുന്ന ഫ്ലൂയിഡിൻ്റെ വെയ്റ്റും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ബോയിൻ്റ് ഫോഴ്സിന് വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എടുക്കാം. വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ റോ ജി ഇൻറ്റു വോളിയം ഓഫ് immersed portion of our body. ഫുൾ വോളിയം അല്ല, ഇമേഴ്സ് ചെയ്തേക്കുന്ന വോളിയത്തിനാണ് നമ്മളിവിടെ എടുക്കേണ്ടത് വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കാണുമ്പോൾ. അപ്പോൾ റോ ജി ഇൻറ്റു ആ ഇമേഴ്സ്ഡ് വോളിയത്തിന് നമുക്ക് ഇവിടെ വി എന്ന് എഴുതി ഇവിടെ ഒരു വരയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇമേഴ്സ്ഡ് വോളിയം എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ബി എം ഈസ് ഈക്വൽ ടു rho g into I by rho g into volume, that is I by V, where V is the immersed volume of the body. പക്ഷെ നമുക്ക് ബി എം ആണോ വേണ്ടേ? അല്ലല്ലോ, നമുക്ക് ജി എം അല്ലേ വേണ്ട. നമ്മളെ ഫിഗറിൽ നമുക്ക് ജി എം ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്, ബി എം ആണ് നമുക്കറിയുന്നത്. ബി എം എന്ന് ബി ജി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ജി എം കിട്ടും. മെറ്റാസെൻട്രിക് ഹൈറ്റ് ജി എം ഈസ് ഈക്വൽ ടു ബി എം മൈനസ് ബി ജി ചെയ്താൽ മതി. ബി എം മൈനസ് ബി ജി ചെയ്താൽ മതി. ദാറ്റ് ഈസ് ബി എം എസ് ഐ ബൈ വോളിയം മൈനസ് ബി ജി. ഇതാണ് ജി എമ്മിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് അനലിറ്റിക്കൽ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് അനലിറ്റിക്കലി കണ്ടുപിടിക്കുന്നത്. ഇത് ഡെറിവേഷനായി ചോദിക്കാറുണ്ട്, പ്രോബ്ലം ആണ് കൂടുതൽ ചോദിക്കുന്നത്.